എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന Q&A ആണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. അതിനു മുന്നേ എനിക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. നമ്മൾ 50K ഫാമിലി ആയിരിക്കുകയാണ് കേട്ടോ. ഈ 2 days മുന്നേ ആണ് 50K ആയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കമന്റ് ബോക്സിലും അതുപോലെ ഇൻബോക്സിലൊക്കെ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാന്ന് വിചാരിച്ചു അടുത്ത വീഡിയോയിൽ. അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്മിയ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ആൻസർ പറയുന്നത്. അപ്പം വേറെ ഒന്നുമില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ പറയാട്ടോ. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത്. എൻ്റെ പേര് ഗംഗാലക്ഷ്മി, ഞാനൊരു ഭരതനാട്യം ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ കോമൺ ആയിട്ട് ചോദിച്ച ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ പ്ലേസ്, എൻ്റെ ക്വാളിഫിക്കേഷൻ, പിന്നെന്താ ചോദിച്ചത്, ഏജ്, ഫാമിലി, അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഏജ് 24 ആണ്. പിന്നെ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഞാനൊരു BA ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡിപ്ലോമ ഇൻ ഭരതനാട്യം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ MFA ഭരതനാട്യവും MAയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഡിഗ്രി കോഴ്സ് ഞാൻ ഡാൻസ് അല്ല പഠിച്ചത്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ RLVയിൽ പഠിച്ചതാണോ ശ്രീശങ്കരയിൽ പഠിച്ചതാണോ എന്നൊക്കെ. അപ്പൊ ഞാൻ BA ഇംഗ്ലീഷ് പഠിച്ചിട്ട് അതിന്റെ കൂടെയാണ് ഡാൻസ് ചെയ്തത്, ഡാൻസിന്റെ കോഴ്സുകളൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ 1-2 സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ. പിന്നെ എൻ്റെ ജോലി, ഞാൻ KVയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. കേന്ദ്ര വിദ്യാലയയിൽ ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ എൻ്റെ പാഷൻ ആൻഡ് പ്രൊഫഷൻ ഡാൻസ് ആണ്. അത് കൂടാതെ ഞാൻ ചെയ്യുന്നത്, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, ഞാനൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ശിവഗംഗ ഡാൻസ് കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് പോകുന്നു. അതാണ് ഇപ്പോൾ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ. പിന്നെ ചോദിച്ചത് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. വീട്ടില് ഞാൻ, അമ്മ, അച്ഛൻ, അനിയൻ ആണ് ഉള്ളത്. ഒറ്റമോളാണോ എന്ന് കുറെ പേര് ചോദിച്ചു. അല്ല, അനിയനുണ്ട്. പിന്നെ എൻ്റെ പ്ലേസ് കാക്കനാടാണ്, എറണാകുളം കാക്കനാടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇതുണ്ടായിരുന്നു. ഇനി നമുക്ക് വേറെ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് ഇനി 1 by 1 ആയിട്ട് ചോദ്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഇതെനിക്ക് എപ്പോഴും ഞാൻ ചെറുപ്പം മുതലേ എന്നോട് സ്ഥിരം ആൾക്കാർ ചോദിക്കുന്നതാണ്. ഇപ്പൊ വലുതായി കഴിഞ്ഞിട്ടാണ് ചോദിക്കാത്തത് കേട്ടോ. എൻ്റെ ഈ ഒരു ബർത്ത് മാർക്കിന്റെ കാര്യം, ഇത് ഒറിജിനൽ ആണോ കുത്തിയതാണോ? ഇത് ഒറിജിനൽ ആണ്, എല്ലാരും കണ്ടല്ലോ, ഒറിജിനൽ ആണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും, ഞാൻ കണ്ണും പൊട്ടൊക്കെ എഴുതി ചെല്ലുന്ന പോലെ തന്നെ ഇത് എഴുതിയതാണോ കുത്തിയതാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ വലുതായി കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ നേരിട്ട് കാണുമ്പോഴേ ചോദിക്കുള്ളൂ. പിന്നെ 1-2 വീഡിയോന്റെ അടിയിൽ ഞാൻ എന്തോ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അപ്പൊ ഇതെനിക്ക് ബർത്ത് മാർക്കാണ്, ചെറുപ്പം മുതലുള്ളതാണ്. ചെറുപ്പത്തിൽ ഇത് ഒരു കുഞ്ഞു ഡോട്ടായിരുന്നു, ഇപ്പൊ ഇത് ഇത്രയും വലുതായി. ഇനി വലുതാവില്ലെന്ന് തോന്നുന്നു, ഈ ഒരു രീതിയിൽ തന്നെ നിൽക്കുവാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ചെന്നൈ എന്നുള്ള സബ്സ്ക്രൈബർ ആണ് ചോദിച്ചിരിക്കുന്നത്. വെൻ യു വിൽ കം ടു ചെന്നൈ ഫോർ എ പ്രോഗ്രാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചിദംബരത്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, തമിഴ്നാട്ടിലാണ്. അത് ചെന്നൈ അല്ല, പക്ഷെ ഞാൻ ചെന്നൈയിൽ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരുപാട് ഡ്രീം സ്റ്റേജസ് ഉണ്ട് ചെന്നൈയിൽ. അവിടെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ഞാൻ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. പിന്നെ സ്കിൻ കെയർ റുട്ടീൻ പറയാമോ ചേച്ചി? ഹെയർ കെയർ ഓൾസോ പറഞ്ഞിട്ടുണ്ട്. സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ ഇങ്ങനെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. അതായത് ക്രീം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു സ്കിന്നില്. പക്ഷേ അത് യൂസ് ചെയ്യുന്നതോറും എനിക്ക് സ്കിന്നിൽ ഭയങ്കര പിമ്പിൾസ് ഉണ്ടായിരുന്നു. നേരത്തെ ഭയങ്കര പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിമ്പിൾസ് വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ക്രീം ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്യാൻ പാടില്ല, ക്രീം എനിക്ക് ചേരില്ല, ഫേസിന് സ്യൂട്ട് ആവില്ല, ജെൽ ടൈപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ മുഖത്ത് എന്തെങ്കിലും തേക്കുവാണെങ്കിൽ തന്നെ ഇപ്പൊ അലോവേര ജെൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തേക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് ഇങ്ങനെ സ്കിന്നിൽ നമ്മളിങ്ങനെ ഒരു പ്രായത്തിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമല്ലോ, പക്ഷെ എന്ത് ചെയ്തിട്ടും സ്കിന്നിന് നല്ലത് വരുന്നില്ല, അത് ദോഷമേ ആവുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയത് പിമ്പിൾസ് ഒക്കെ വന്നപ്പോഴേക്കും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ചെയ്യുവാണെങ്കിൽ തന്നെ ജെല്ല് മാത്രം, ജെൽ ടൈപ്പ് ആയിട്ടുള്ളത്, ഈ
എന്താ ഈ അലോവേറ ജെല്ല്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ജെല്ലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ളത് മാത്രം യൂസ് ചെയ്യും. പിന്നെ വരുന്നത് പിന്നെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് തന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെന്താ കൂടെ ഉണ്ടല്ലോ, ഫേസ് സിറം അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷും അത് മാത്രം ഡോക്ടർ പറഞ്ഞത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. എന്റെ സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ഫുൾ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താ ചോദിച്ചിരിക്കുന്ന ഹെയർ കെയർ റുട്ടീൻ അല്ല, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ ഉള്ളത് നമുക്ക് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ആളാണല്ലോ. ഡാൻസിന് ഒരുപാട് നമ്മൾ മേക്കപ്പ് ചെയ്യണം ഹെവി ആയിട്ട്. അപ്പോഴും നമുക്ക് സ്കിന്നിന് പറ്റാറില്ല, അലർജിക് ആവാറുണ്ട്. പ്രൊഡക്ട്സ് ഒന്നും അത്രയ്ക്ക് പറ്റാറില്ല. ഞാൻ കളർ ബാറിന്റെ പ്രൊഡക്ട്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പൊ ഡാൻസിന്റെ മേക്കപ്പിനൊക്കെ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം മേക്കപ്പും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹെയർ ഒട്ടും അങ്ങനെ കെയർ ചെയ്യാത്ത ആളാണ്. ഹെയർ കെയർ ഞാൻ പണ്ട് ഇങ്ങനെ ഈ താളി, ഉലുവ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് എന്റെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോവുകയും ചെയ്തു. എനിക്ക് നല്ല ലെങ്ത്തും അതുപോലെ ഉള്ളും ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പം അതൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഭയങ്കര ഹെയർ ഫോളും, അതായത് എന്താ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയമായിട്ട് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും, വേർത്ത് കുളിക്കും ഹെയറിൽ, പിന്നെ നമ്മൾ കുളിക്കും, പിന്നെയും വേർക്കും. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെയും വേർക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഷാമ്പൂ ഇടും. അങ്ങനെ വരുന്നോണ്ട് ഹെയർ അങ്ങനെ സൂക്ഷിക്കാൻ പറ്റാറില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ടേക്ക് കെയർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഹൗ മെനി ഭരതനാട്യം ഡ്രസ്സസ് ഡു യു ഹാവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഒരുപാട് ഡ്രസ് കളക്ഷൻസ് ഉണ്ട്. അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ തക്കവണ്ണം എനിക്ക് അത്രയും ഡ്രസ് കളക്ഷൻസ് ഉണ്ട് ഭരതനാട്യത്തില്. എന്റെ അമ്മ തയ്ക്കുന്ന ആള്, സ്റ്റിച്ച് ചെയ്യുന്ന ആൾ. എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാതിരിക്കാൻ എന്റെ അമ്മ സ്റ്റിച്ച് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ചുരിദാർ, കുർത്ത, ടോപ്പ് എല്ലാം അമ്മയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ അമ്മ ഈ ഭരതനാട്യം കോസ്റ്റ്യൂംസും എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ ഞാൻ എന്ത് പെർഫോം ചെയ്യുമ്പോഴും ഒക്കെ അമ്മയാണ് എന്റെ ഡ്രസ് ഡിസൈൻ ചെയ്യുന്നത്. എന്റെ അമ്മ ഇങ്ങനെ തയ്യൽ പഠിച്ചിട്ടുള്ള ആളൊന്നും അല്ല, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ടാലന്റ് ഉണ്ട് ഇങ്ങനെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഈ ശിവഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്റെ ഡ്രസ്സിന് കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് വന്ന് അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ സ്റ്റിച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട്, നമുക്ക് യൂണിറ്റ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്റെ കോസ്റ്റ്യൂംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോ അമ്മ സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് തന്നെ എന്താ ഇഷ്ടമുള്ള രീതിയിൽ എപ്പോൾ വേണേലും എനിക്ക് അമ്മ ചെയ്ത് തരും. നമുക്ക് ഇവിടെ ഉള്ള സാരിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇടും ഡ്രസ്സുകൾ. ഇപ്പൊ ഒരു സെറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ അതിന് മാച്ച് ചെയ്യുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെയാണ് കൂടുതലും ഇടാറ്. അത്രേ ഉള്ളൂ ഡ്രസ്സിന്റെ കാര്യം. അതുകൊണ്ട് അത് എണ്ണാൻ പറ്റില്ല, എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാനായിട്ട് പറ്റില്ല. കുറെ ഉണ്ട്, എനിക്ക് കുറെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു സംവൺ ഹു വാണ്ട്സ് ടു പെർസ്യൂ ക്ലാസിക്കൽ ഡാൻസ് പ്രൊഫഷണലി എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആരുമല്ല. പക്ഷെ എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ എങ്ങനെയാണ് ഡാൻസിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഫഷണലി എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രാക്ടീസ് എല്ലാവർക്കും അറിയാം ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. നമുക്ക് പ്രാക്ടീസ് ആണ് ഏതൊരു ആർട്ട് ഫോമിലും നമ്മളെ പെർഫെക്റ്റ് ആക്കുന്ന സംഭവം പ്രാക്ടീസ് ആണ് ഓഫ് കോഴ്സ്. പക്ഷേ നമുക്ക് ഇപ്പോ എന്റെ കാര്യം നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഓരോരുടെ തിരക്കുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എനിക്ക് ക്ലാസ്സുകളുണ്ട്, അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, നമുക്ക് ഫാമിലി എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മൂഡിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ നമുക്ക് എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോ പ്രാക്ടീസ് ഇരിക്കുന്ന സമയത്ത് എൻ്റെ 100% കൊടുത്ത് നല്ല എഫോർട്ട് ഇട്ട് നല്ല കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഡാൻസ് പഠിപ്പിക്കുമ്പോഴും എല്ലാം അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യത്തിലേക്ക് ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ 100% കൊടുത്ത് നല്ല എഫോർട്ട് ഇട്ട് ആണ് ഞാൻ ഡാൻസിനെ പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ കൂടുതലും ചെയ്യുന്നത് മൈൻഡ് പ്രാക്ടീസ് ചെയ്യും. അതായത് നമുക്ക് ഫിസിക്കൽ പ്രാക്ടീസ് ഒരു ദിവസം പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡാൻസിനെ ഒരു ദിവസം കംപ്ലീറ്റ്ലി മറന്നു പോവാതെ
മൈൻഡിലിട്ടത് പ്രാക്ടീസ് ചെയ്യണം, ഉള്ളിലത് പ്രാക്ടീസ് ചെയ്യുക. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവം കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം കുറെ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഗംഗ എങ്ങനെയാണ് പ്രാക്ടീസ് റുട്ടീൻ, എങ്ങനെയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനൊരു പാറ്റേൺ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, നമുക്ക് ഫിസിക്കൽ പ്രാക്ടീസ് എല്ലാ ദിവസവും മനുഷ്യന്മാരിൽ നമുക്ക് പറ്റില്ല, ചിലപ്പോൾ മിസ് ചെയ്യേണ്ടി വരും. പക്ഷേ മൈൻഡ് പ്രാക്ടീസ് വെക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഡാൻസിനെ ഓർക്കുക, അതിലൂടെ ജീവിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അതായിട്ടൊരു ടച്ച് വിടുന്നേ ഇല്ല, വിടാൻ നമ്മൾ സമ്മതിക്കില്ല. ഡാൻസ് ക്ലാസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്കത് അങ്ങനെ ടച്ച് വിടില്ല. എന്നാലും ഡാൻസ് ക്ലാസ് വേറെ, നമ്മുടെ സ്വന്തം പ്രാക്ടീസ് വേറെ. ഇപ്പൊ നമ്മൾ എത്ര ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഡാൻസ് ക്ലാസ് എടുക്കുന്നതിന്റെ ആ ഇതുകൊണ്ട് നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്റ്റാമിന കിട്ടില്ല. ആ ഒരു സ്റ്റാമിനയ്ക്ക് നമ്മൾ ഫിസിക്കൽ പ്രാക്ടീസ് തന്നെ ചെയ്യണം. മൈൻഡ് പ്രാക്ടീസും അതിനെ ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്നല്ല, എനിക്ക് തോന്നിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്താൽ നല്ലതായിരിക്കും ഡാൻസിൽ. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഹായ്, കണ്ണൂരിലെ മൃദംഗ ശൈലേശ്വരി ടെമ്പിളിൽ വെച്ച് ഡാൻസ് പെർഫോമൻസ് കണ്ടിരുന്നു, ദാറ്റ് വാസ് ഫാബുലസ്. താങ്ക് യു സോ മച്ച്. കണ്ണൂരില് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ പെർഫോമൻസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ കുറെ പേര്, ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ ഡാൻസ് കഴിഞ്ഞ് ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഗംഗ കണ്ണൂരിൽ വന്നോ, അറിഞ്ഞിരുന്നെങ്കിൽ വന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം ഞാൻ അവിടെ പെർഫോം ചെയ്യുമ്പോൾ എല്ലാവരും എന്തായാലും അറിയിക്കും കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഹൗ ഡു യു ചൂസ് ദ തീംസ് ടു പെർഫോം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തീംസ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ തീം എൻ്റെ സ്വന്തമായിട്ടൊരു തീം കൊണ്ടുവന്ന് പെർഫോം ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു പ്രൊഡക്ഷനോ അങ്ങനെ ഒരു കഥയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ടീച്ചറായിരുന്ന മഞ്ജു വി നായർ ചേച്ചിയുടെ അടുത്താണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. മഞ്ജു ചേച്ചി ചെയ്ത ഒരു പ്രൊഡക്ഷന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു അവസരമായിരുന്നു. കുറേ സ്റ്റേജിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭൗമി എന്നാണ് പറയുക ആ പ്രൊഡക്ഷനെ. അതുപോലെ ഞാൻ തീം ഒന്നും വെച്ചിട്ടല്ല ഇതുവരെ പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ കോറിയോഗ്രാഫീസ് ചെയ്യും. ഒരു പാട്ടിന് കോറിയോഗ്രാഫീസ് ചെയ്യാറുണ്ട്. എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ട്രഡീഷണൽ ഐറ്റംസ് പഠിപ്പിക്കും, പിന്നെ കൂടുതലും ഞാൻ കോറിയോഗ്രാഫി ചെയ്ത ഐറ്റംസ് തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത് എല്ലാം. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് ഉള്ളപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ്, എക്സ്പെരിമെന്റ്സ് എല്ലാം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കോറിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ നമുക്ക് വളരാനും സാധിക്കും. അത് കറക്റ്റ് അല്ലതാണോ, ഭംഗിയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാനും പറ്റും. അപ്പൊ അതൊരു സ്റ്റുഡൻസിൽ ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ തീം വെച്ചിട്ട് അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ പോലെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഭാവിയിൽ ചെയ്തേക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ളത്, മാം, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സോങ് ആൻഡ് ഫേവറേറ്റ് മൂവി ആക്ടർ ഇൻ തമിഴ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സോങ് ആണല്ലേ? ഫേവറേറ്റ് മൂവി ആക്ടർ ഓഫ് കോഴ്സ് വിജയ് ആണ്. ഞാൻ ഇപ്പൊ പോക്കിരി റിലീസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് വന്നിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വിജയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഫേവറേറ്റ് സോങ് പറയുമ്പോൾ തമിഴില് വിജയുടെ സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സോങ്സും എനിക്ക് ഇഷ്ടം. എല്ലാം പഴയ സോങ്സ് എനിക്ക് ഇഷ്ടം, ഓൾഡ് ആയിട്ടുള്ള. പിന്നെ ഞാൻ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഇളയരാജയുടെ സോങ് ആണ്, നിന്നുക്കോരി വർണ്ണം എന്ന് പറഞ്ഞിട്ട്. അത് ഇൻസ്റ്റഗ്രാമില് 1 മില്യൺ ഉണ്ടായിരുന്നു, യൂട്യൂബിൽ 1 മില്യൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം ലൈക്കൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പിന്നെ കല്യാണം എന്ന, ലവ് ഓർ അറേഞ്ച്ഡ്? കല്യാണം എന്ന, ഓക്കെ. കല്യാണത്തിന്റെ കാര്യം ഇപ്പോഴല്ല, ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ചോദിച്ചിരിക്കുന്നത്, ചേച്ചി മോഹിനിയാട്ടം പഠിപ്പിക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടം ഞാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ ഭരതനാട്യം മാത്രമാട്ടോ പഠിപ്പിക്കുന്നത്. എനിക്ക് അറ്റ് എ ടൈം ഒരു ഡാൻസ് ഫോക്കസ് ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാൻ പണ്ട്
സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, മോഹിനിയാട്ടം പഠിക്കണം, ഭരതനാട്യം പഠിക്കണം, കുച്ചിപ്പുടി പഠിക്കണം, കഥകളി പഠിക്കണം, അത് ഇതൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ ഓട്ടമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാം കൂടി പഠിച്ചിട്ടില്ല. പിന്നെ ഇപ്പം എനിക്ക് അത് ആലോചിക്കാൻ കൂടെ വയ്യ. നമുക്ക് ഒരു ആർട്ട് ഫോമിൽ തന്നെ എന്തോരം പഠിക്കാനുണ്ട്, എന്തോരം തിയറീസ് ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. അത് തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ നമുക്കൊരു ജന്മം മതിയോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. അപ്പം അതിന്റെ കൂടെ നമുക്ക് 2 ആർട്ട് ഫോം അറ്റ് എ ടൈം കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതത്ര ഈസി ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. പിന്നെ നമ്മൾ ഒരു ആർട്ട് ഫോം സീരിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ എൻ്റെ ഇവിടെ വരുന്ന സ്റ്റുഡൻസും ചോദിക്കും, ഭരതനാട്യമൊക്കെ പഠിച്ച് കുറച്ച് സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ അവർ ചോദിക്കും, ഇനിയിപ്പോ കുച്ചിപ്പുടി പഠിച്ചാലോ മാം, കുച്ചിപ്പുടിയിലേക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഭരതനാട്യം കഴിഞ്ഞാൽ ഉടനെ കുച്ചിപ്പുടി അങ്ങനെ എനിക്ക് പഠിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ അവരെ വേറെ ടീച്ചറുടെ അടുത്ത് പഠിച്ചോളാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. കുച്ചിപ്പുടി ആർട്ട് ഫോം വേറെ ടീച്ചറുടെ അടുത്ത്, അല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം അങ്ങനെ കുച്ചിപ്പുടി ഒന്നും പഠിപ്പിക്കാറില്ല. ഞാൻ ഈ ഭരതനാട്യം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് മാക്സിമം അറിവ് നേടണം, ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, അത് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, അതാണ് എനിക്കിഷ്ടം. ഓക്കെ. പിന്നെ ചോദിച്ചത് നെക്സ്റ്റ് ഡാൻസ് പ്രോഗ്രാം എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഒരെണ്ണം ഇല്ല എൻ്റെ അറിവിൽ, പക്ഷെ പെട്ടെന്ന് വന്നേക്കാം, അറിയില്ല, വരുന്നത് പോലെ. അപ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചോദിച്ചത് ടെൽ us അബൌട്ട് ശിവഗംഗ ഡാൻസ് കോസ്റ്റ്യൂംസ്. ഓക്കെ, നമ്മുടെ ഈ ശിവഗംഗ ഡാൻസ് കോസ്റ്റ്യൂംസ് ഞാൻ പറഞ്ഞു ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ്. അവിടെ എല്ലാ കൈൻഡ്സ് ഓഫ് ഡാൻസ് കോസ്റ്റ്യൂംസും അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കോസ്റ്റ്യൂംസ് കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാന്നൊരു തോട്ട് എനിക്ക് വന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിതിന് വേറെ പേജൊക്കെ ഉണ്ട്. എൻ്റെ പേജ് കണ്ടിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് വാസ് ദ ഫസ്റ്റ് ഡാൻസ് പെർഫോംഡ്. ഞാൻ എൻ്റെ അരങ്ങേറ്റം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അരങ്ങേറ്റം കഴിയുന്നത്. ആ സമയത്ത് നമ്മൾ എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ തന്നെ എന്തൊക്കെയായിരുന്നു, ഗണേശ കൗത്വം, തോടയം ചെയ്തിരുന്നു തോന്നുന്നു, ശബ്ദം ചെയ്തു തോന്നുന്നു, അങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്തത്. എൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല, അത് എവിടേക്കോ പോയി. അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ അബൌട്ട് ഡാൻസ് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കണം, ഒരുപാട് പ്രാക്ടിക്കൽ വൈസും തിയറി വൈസും ഒരുപാട് അറിവ് നേടണം. പല ആൾക്കാരുടെ അടുത്തുനിന്ന് അവരുടെ എക്സ്പീരിയൻസ് കേൾക്കണം, അവരുടെ അനുഭവങ്ങൾ അറിയണം. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ആഗ്രഹം. ഞാൻ ഈ ഒരു ഫീൽഡ് തന്നെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം, നമ്മളിങ്ങനെ പഠിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒന്നും അല്ല, ഇനിയും ഒരുപാടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇനിയും പഠിക്കാൻ തോന്നുന്നത് അല്ലെ. അപ്പൊ എനിക്ക് ഇനിയും പഠിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ഒരുപാട് സ്റ്റേജ് പെർഫോം ചെയ്യണം എന്നുണ്ട്, നല്ല വേദികളിൽ നല്ല ഓഡിയൻസിന് മുമ്പിൽ പെർഫോം ചെയ്യണം എന്നുണ്ട്. അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം, ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോ പറഞ്ഞല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 വർഷം കഴിഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതും നന്നായിട്ട് ഫ്ലോറിഷ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഉള്ളൂ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഉള്ള ഫീൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും നമ്മൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്, അതായത് ഹാപ്പിനെസ് ആണ്, നമുക്ക് ഭയങ്കര ഒരു പ്ലഷർ ആണ് നമുക്ക് അല്ലെ. ഓരോ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നു, ഓഡിയൻസ് നല്ലതെന്ന് പറയുന്നു, നമുക്ക് സെൽഫായിട്ട് നമ്മളെ പറ്റി ഒരു ഇത് വരുന്നു, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതാണ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഫീൽ ചെയ്യുന്നത്. പക്ഷെ പിന്നെയും നമുക്കിത് നന്നാക്കണം എന്നുള്ളൊരു ഫീല് സൈഡിൽ വന്നുകൊണ്ടേയിരിക്കും. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അയ്യോ, വീഡിയോ കാണുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക നമ്മൾ എങ്ങനെ ചെയ്യുന്നത്. വീഡിയോ നോക്കുമ്പോൾ അയ്യോ അത് ശരിയായില്ല, ഇനി അടുത്ത സ്റ്റേജിൽ നന്നാക്കണം, ഇതിൽ പിന്നെ ശരിയാക്കണം, ഇനിയും പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ അതൊരു ഫണ്ണി ചോദ്യമാണെന്ന് തോന്നുന്നു, എനിക്കത് ക്ലിയർ ആയിട്ടില്ല. നമുക്കത് വായിക്കാം. ഹൗ വുഡ് യു റിയാക്ട് ഇഫ് എ റോബോട്ട് പെർഫോംസ് എ സർട്ടൻ ഡാൻസ് പീസ് മോർ ആക്യുറേറ്റ്ലി ദാൻ യു. എന്നെക്കാളും നന്നായിട്ട് ഒരു റോബോട്ട് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നോ? നല്ല കാര്യം. അതെന്താ എനിക്ക് മനസ്സിലായില്ല.
ആ, നല്ലതായിരിക്കും. ഓക്കെ, ചുമ്മാ തമാശക്ക് ചോദിച്ചാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഡാൻസിൽ കൂടുതൽ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസർ ആരാണ് എന്നുള്ളത്. ഡാൻസിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാം, ഭരതനാട്യത്തിൽ ഒരുപാട് ലെജൻസ് ഉണ്ട്, ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട്. പിന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ചെറുപ്പം മുതലേ എനിക്ക് ഈ വഴി കാണിച്ചു തന്നത്, ഡാൻസിലേക്ക് ഉള്ള എൻ്റെ ഇൻട്രസ്റ്റ് വളർത്തിയത്, ഡാൻസിലേക്ക് എന്നെ എന്താ ഇപ്പോ നയിച്ചത് എന്നൊക്കെ പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്, ഓഫ് കോഴ്സ്. അപ്പോ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ ഡാൻസിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എൻ്റെ അമ്മ ഒരു ഡാൻസർ, ഭരതനാട്യം പഠിച്ചിട്ടില്ല, പക്ഷെ അമ്മ ഡാൻസർ ആണ്. അമ്മ നന്നായിട്ട് അസലായിട്ട് ഡാൻസ് ചെയ്യും, അമ്മയ്ക്ക് നന്നായിട്ട് കറക്ഷൻ ചെയ്യാൻ അറിയാം, അമ്മ നല്ല ക്രിട്ടിസൈസർ ആണ്, പക്ഷെ പഠിച്ചിട്ടില്ല സിസ്റ്റമാറ്റിക് ആയിട്ട്. പക്ഷെ ആള് ഇങ്ങനെ ഓരോന്നൊക്കെ ഞാൻ അമ്മയുടെ മുമ്പിൽ കളിച്ച് കാണിക്കും എല്ലാ സ്റ്റേജ് പെർഫോമൻസിന് മുന്നേ, കച്ചേരി 1 hour ഒക്കെ. അപ്പോ അമ്മ എല്ലാം ഇങ്ങനെ മൈന്യൂട്ട് കറക്ഷൻസ് പറഞ്ഞു തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് എനിക്ക്, എങ്ങനെയാണ് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അമ്മയ്ക്ക്. അമ്മ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അഭിനയമായിക്കോട്ടെ, അടവുകളായിക്കോട്ടെ, അതൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്തു തരാറുണ്ട്. അപ്പം എന്നെ ചെറുപ്പം മുതൽ, എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഡാൻസിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ആളൊന്നും അല്ല. പക്ഷേ ഇങ്ങനെ അതിലേക്ക് എന്നെ, നമുക്കൊരു പുഷ് വേണമല്ലോ. കുട്ടികളാവുമ്പോൾ നമുക്ക് മടി ഉണ്ടാവും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ ആ സമയത്ത് താല്പര്യം ഇല്ലാന്ന് കേട്ടിയാൽ എന്നാ പോകണ്ട നീ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തീർന്നില്ലേ. പക്ഷെ അമ്മനെ ഒരുപാട് പുഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുഷ് ചെയ്തിട്ടാണ് ഞാൻ ഡാൻസിലേക്ക് ഒരു അറിവ് വെച്ച്, ഒരു എത്രയിലാ, എനിക്ക് തോന്നുന്നു 7-6 ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാന്ന് തോന്നുന്നു, 7ാം ക്ലാസ്സിൽ 8ൽ എത്തിയപ്പോഴാന്ന് തോന്നുന്നു എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി ചെയ്യണം, ഞാൻ ഡാൻസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു തോന്നലേക്ക് വന്ന്. അതുവരെ അമ്മേനെ എപ്പോഴും പുഷ് ചെയ്യായിരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോ പിന്നെന്താ, പിന്നെ അമ്മയുടെ ഹാർഡ് വർക്ക് എല്ലാം, അമ്മ ഭയങ്കര ഹാർഡ് വർക്കർ ആണ്. അതുപോലെ തന്നെ ഞാനിങ്ങനെ ചിലപ്പോ ഇപ്പൊ എന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കിയാൽ, ഡാൻസ് ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഞാൻ മടുത്തിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ ഡാൻസ് പ്രാക്ടീസ് സ്കിപ്പ് ചെയ്യും. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് ആകെ പ്രാക്ടീസ് ആണല്ലോ, ബാക്കിയൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പം അമ്മ എനിക്ക് ഇങ്ങനെ മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കും, റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ഒരു റിമൈൻഡർ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനത് അവിടെ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞാൻ വിട്ടേനെ. അപ്പൊ ആ റിമൈൻഡർ കിട്ടുന്നത് എനിക്കൊരു ഭയങ്കര ഒരു മോട്ടിവേഷനും എല്ലാമാണ്. അപ്പം എന്നെ കൂടുതലും ഡാൻസിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അമ്മ തന്നെയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മയാണ് എൻ്റെ റോൾ മോഡലും എല്ലാ കാര്യത്തിലും, ഹാർഡ് വർക്കിന്റെയും ഡിറ്റർമിനേഷന്റെയും എല്ലാ കാര്യത്തിലും. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ സ്റ്റേജ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഞാൻ കളിച്ചിട്ടുള്ള എല്ലാ സ്റ്റേജും എനിക്ക് അത്രയും ഇഷ്ടമുള്ള, അത്രയും ഇഷ്ടത്തോടെ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റേജുകളാണ്. ഒരു ഏതെങ്കിലും ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അത്രയും 100% സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമുക്ക് ഇറങ്ങിയിട്ടുമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും, നമുക്കൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് ശരിയായില്ലല്ലോ, ഇത് കുറച്ചുകൂടി നന്നാക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ആർട്ട് ഫോം നമുക്ക് നമ്മുടെ 100% കൊടുത്ത് എല്ലാം ശരിയായി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല, അല്ലെ? നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കടമയാണത്. അപ്പോൾ എല്ലാ സ്റ്റേജും എനിക്ക് വിലപ്പെട്ടതാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് നല്ല നല്ല വേദികളിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. മുന്നോട്ട് തന്നെ കളിക്കാൻ പറ്റട്ടെ. പക്ഷെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനിയും നന്നാക്കണം എന്നേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡാൻസിലേക്ക് എങ്ങനെയാണ് വന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡാൻസിലേക്ക് ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് അമ്മയാണ് ഡാൻസിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ചെറുപ്പത്തിൽ LKG-യിലും UKG-യിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിൽ ഓരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ സെലക്ഷൻ ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക്. അപ്പൊ ഞാൻ ആനുവൽ ഡേക്ക് സെലക്ഷന് പോയപ്പോഴേക്കും ടീച്ചർ എന്നെ എടുത്തില്ല, സെലക്ട് ചെയ്തില്ല. അത്ര നന്നായി കളിക്കുന്നില്ല, സെലക്ട് ചെയ്തില്ല. അപ്പൊ ഞാനിത് വന്ന് വീട്ടിൽ, എനിക്കത് വിഷമം തോന്നിയില്ല, കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഡാൻസ് ചെയ്യാനായിട്ടൊന്നും. എനിക്ക് മേലൊന്നും അനങ്ങി ചെയ്യാനായിട്ട് ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ അമ്മയോട് വന്നിട്ട് പറഞ്ഞ ഡാൻസിന് എടുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ചെറുപ്പം മുതലേ എന്നെ ഡാൻസ് പരിപാടികൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഡാൻസർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പം മുതലേ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നെ എന്റെ ഡാൻസിൽ നിന്ന് റിജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം
ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിന്റെ അടുത്ത് അമ്മ പോയിട്ട് സംസാരിച്ചു. സരിത എന്നാണ് തോന്നുന്നു ടീച്ചറിന്റെ പേര്, എനിക്ക് എത്ര ഓർമ്മയില്ല. അപ്പോൾ ടീച്ചർ ഇങ്ങനെ മോളെ അവളെ എടുത്തില്ല, ഒന്ന് എടുക്കോ, അവൾ കളിച്ചോളും, ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അമ്മ ടീച്ചറുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തു. ടീച്ചർ അവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ട് അവസാനം എന്നെ എടുത്തു, ഡാൻസിന് എടുത്തു. ഇത് അമ്മ പറഞ്ഞിട്ടുള്ള അറിവാട്ടോ, എനിക്ക് ഓർമ്മയില്ല ഈ സംഭവം. അപ്പോ ഞാൻ എന്നിട്ട് പോയി. അമ്മ പറഞ്ഞു ആനുവൽ ഡേക്ക് പെർഫോമൻസ് കാണാൻ പോയപ്പോഴേക്കും എല്ലാ കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തി ഇങ്ങനെയാണല്ലോ കളിക്കുക. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ നല്ല നല്ല അനങ്ങിയും ചിരിച്ചൊക്കെ കളിക്കുന്നുണ്ട്, ഞാൻ മാത്രം അവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞായിരുന്നു. അപ്പം അന്നൊക്കെ അങ്ങനെ ആയിരുന്നു, സ്വന്തമായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പം ചില കുട്ടികൾ ഇവിടെ ഡാൻസിന് തന്നെ കുട്ടികളൊക്കെ വന്ന് ചേരുമ്പോൾ പറയുന്ന കേൾക്കാം അവരുടെ പാരന്റ്സ് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ ഡാൻസ് ടി വിയിൽ എന്തെങ്കിലും പാട്ട് കേട്ടാൽ മതി അപ്പൊ തുടങ്ങും ഡാൻസ് കളിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊണ്ടാക്കുന്നത് തന്നെ. അങ്ങനെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല, ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പിന്നെ എനിക്കൊരു അറിവ് വെച്ച സമയം വരെ എനിക്ക് അമ്മയുടെ പുഷ് വേണമായിരുന്നു. അമ്മ അതുപോലെ തന്നെ പുഷ് ചെയ്യുകയും ചെയ്യായിരുന്നു. എന്നെ പാട്ടിനും ഡാൻസിനും ഒരേ സമയത്താണ് കൊണ്ടുപോയി ചേർത്തത്. പക്ഷെ കാല് പിടിച്ച് ഞാൻ പാട്ട് നിർത്തിച്ച്. ഒന്നിനും ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഡാൻസ് കളിക്കാൻ പറ്റില്ല, പാട്ട് പാടാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അമ്മ പാട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല അമ്മ, ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് എന്തോ ആയപ്പോ ഞാൻ പാട്ട് നിർത്തി. അതിന്റെ കൂടെ തന്നെ ഡാൻസും നിർത്തണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാൻ അമ്മയോട് പറയുമായിരുന്നു, പക്ഷെ അമ്മ നിർത്തിച്ചില്ല. അത് പാട്ട് എന്റെ വാശി കാരണം ആണ്. പാട്ടെങ്കിൽ പാട്ടിന് പോകണ്ട വെച്ചിട്ട് നിർത്തി. ഡാൻസ് അമ്മ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് ഭാഗ്യത്തിന് എനിക്ക് പഠിക്കാൻ പറ്റി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു, അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ സംസാരിച്ച് വായിലെ വെള്ളം പറ്റി. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, ഞാൻ അതിന് ആൻസർ ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് എന്ത് വീഡിയോസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നെക്സ്റ്റ് ഞാൻ എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയുക, ഞാൻ അത് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി താങ്ക്സ് പറയാണ്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻസ്റ്റഗ്രാം പേജ്. പക്ഷെ യൂട്യൂബിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട വീഡിയോസ് ഒക്കെ ചുമ്മാ റാൻഡം ആയിട്ട് ഇട്ടതാണ്. യൂട്യൂബിലേക്ക് വേണ്ടി ഇടണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ യൂട്യൂബിൽ നല്ല റെസ്പോൺസ്, ഇൻസ്റ്റഗ്രാമിനേക്കാളും നല്ല റെസ്പോൺസ് യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് താങ്ക് യു എവ്രി വൺ. ഞാൻ ഇനി നന്നായിട്ട് നല്ല രീതിയിൽ യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരുവിധം ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു Q&A ചെയ്തിട്ടില്ല. അപ്പൊ എന്നെ പറ്റി കുറച്ച് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ അപ്പോ വേറൊന്നുമില്ല. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.